45 ദിവസമായി തുടരുന്ന ഒരു സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഏറ്റവും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഒരു മനുഷ്യൻ തൊഴിലെടുക്കുന്നത് അത് ഏത് തൊഴിലുമാവട്ടെ, ആ തൊഴിലിൻ്റെ മാന്യതയോടെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നമുക്ക് ഇന്നുള്ള നമ്മുടെ അഹങ്കാരത്തിൽ നമ്മൾ ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിൽ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് കാലം കഴിഞ്ഞിട്ടും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ആശാവർക്കർമാരുടെ സേവനം മുതലെടുത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. നമ്മളൊക്കെ ഞാനടക്കം ഇവരെ അവരുടെ തൊഴിലിൻ്റെ മഹത്വം പോട്ടെ, തൊഴിലിനെ പരിഗണിക്കുന്നത് പോലുമില്ല. ഞാൻ പറയുന്നത് ആശാവർക്കർമാർ പോലെ തന്നെ ശുചിത്വ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണ തൊഴിലാളികൾ അവരുടെ ദിവസം പണിമുടക്കിയാൽ കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത കൽപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ അഹങ്കാരമാണ് മലയാളിയുടെ മനോഭാവത്തിൽ വരുന്നത്. ഈ ഒരു മനോഭാവത്തിൽ നിന്നാണ് പരിഹാസങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആണുങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പരിഹാസം, സ്ത്രീകളോടുള്ള അവക്യം നിറഞ്ഞ പരിഹാസം. ഇപ്പോൾ ഇവിടെ പലരും പല പ്രസ്താവനകളും നടത്തിപ്പോയി. ഇവിടെ എല്ലാ പല മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ നടത്തിപ്പോയി. പല പ്രധാനപ്പെട്ട മന്ത്രിപദത്തിലിരിക്കുന്നവർ വരെ പരിഹാസമാണ്. ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരുത്വത്തിൻ്റെ പേരാണ് പരിഹാസം. സമരങ്ങളുണ്ടാവും, സമരങ്ങൾ നേരിടേണ്ട രീതികളുണ്ട്. ആ രീതികളിൽ പ്രധാനപ്പെട്ട ഒരു ചൂടാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത്. 45 ദിവസമായും അവഗണിക്കുന്ന ഒരു എതിർപ്പ് പാർട്ടി നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന, അതിലിരിക്കുന്ന സ്ത്രീകളെ അപഹസിക്കുന്ന, അവരെ പരിഗണിക്കാതിരിക്കുന്ന, ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതിരിക്കുന്ന ഈ ഒരു മുഷ്ക് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെതല്ല. നേരത്തെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞ പോലെ ഇന്ത്യ നേരിടുന്ന അതേ മുഷ്ക് തന്നെയാണ്. രണ്ടും ഒന്നാണ്. നമുക്ക് തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ. രണ്ടും ഒന്നാണ്. ഇന്ത്യ ഭരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഭരിക്കുന്ന ജനാധിപത്യമൊന്നുമില്ല. വെറുതെ പറയുന്നതാണ്, ജനാധിപത്യമൊന്നുമില്ല. ഇവിടെ മഴ കൊണ്ട് ചോർന്നൊലിച്ചിരുന്ന ഈ സമരത്തിൽപ്പെട്ട സ്ത്രീകളെ അവർ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ ഷീറ്റ് പോലും വലിച്ചു മാറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക, കാളത്വമെന്നും പറയാൻ പറ്റില്ല. അതിനേക്കാൾ നിഷ്ഠൂരമായ രീതിയിൽ പോലീസിനെ ഉപയോഗിച്ച് ചെയ്ത ഒരു ഭരണകൂടം. ഇവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അങ്ങനെ നടക്കട്ടെ, സംഭവിക്കട്ടെ. അങ്ങനെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുചെയ്തട്ടെ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ചിലപ്പോൾ ആമസോൺ കാർഡുകൾ കത്തിയാൽ ബ്രസീൽ എംബസിയുടെ മുമ്പിലേക്ക് പോയി പ്രകടനം നടത്തും. അങ്ങനെ അപ്പോഴാണ് ബ്രസീൽ അറിയുന്നത് ഇവിടെ ആമസോൺ കത്തിപ്പെട്ടില്ല. അങ്ങനെയുള്ള വലിയൊരു യുവ സമൂഹമുണ്ട് ഇവിടെ. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും എല്ലാവരും അവരുടെ പുസ്തകങ്ങളെ പറ്റി, അവരുടെ പുസ്തകങ്ങളുടെ കവർ പ്രകാശനത്തെ പറ്റി, നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ, മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് പറ്റിയൊരു സമരം നടക്കുമ്പോൾ അതിന് ഗൗനിക്കാതിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡ് മുക്കിന് ലിറ്റററി ഫെസ്റ്റിവലുകളാണ്. എവിടെ നോക്കിയാലും സാഹിത്യകാരന്മാരാണ്. സാഹിത്യകാരന്മാർക്ക് മുട്ടി നടക്കാൻ വയ്യാതായിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും വയനാട്, ഇടുക്കി എല്ലാ സ്ഥലത്തും ലിറ്റററി ഫെസ്റ്റിവലുകളാണ്. ഈ ലിറ്റററി ഫെസ്റ്റിവലുകളുടെ സാഹിത്യം മുഴുവൻ ആരും വായിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, സാഹിത്യമാണോ എന്നുള്ള സെക്കൻഡറി. ഇവർക്കൊന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാനുള്ള ധൈര്യമോ ബോധമോ ഇല്ലാത്തതാണ് നമ്മുടെ കേരളത്തിൻ്റെ ശാപം. നമുക്ക് സാംസ്കാരിക രംഗത്ത് ഒരുപാടാണ്. ഞാനിപ്പോൾ ഇപ്പോൾ പല രീതിയിൽ പല രംഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ സിനിമയെ പ്രതികരിക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ സിനിമയെ പ്രതികരിച്ചു വന്ന ആളല്ല. സിനിമക്കാർ എന്നേക്കാൾ ബുദ്ധിമാന്മാരാണ്.
കാരണം അവരിങ്ങനത്തെ ഒന്നും ഇടപെടില്ല. ഞാൻ മണ്ടനായതുകൊണ്ട് ഞാൻ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും എല്ലാ അവസരങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. പക്ഷെ പേടിക്കാനൊന്നുമില്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുള്ളതുകൊണ്ട് എനിക്ക് അവസരങ്ങൾക്കൊന്നും കുറവില്ല. പക്ഷേ ഈ ഒരു ഇഷ്യൂ ഞാൻ എൻ്റെ സിനിമാ സുഹൃത്തുക്കളുമായി പങ്കുവച്ചപ്പോൾ പറഞ്ഞത് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ടതാണ്. പക്ഷേ ഇതേ നമ്മളെന്ന് ഇവരുടെയൊക്കെ സിനിമയ്ക്ക് പോവുകയും ചെയ്യും. അതിലേക്കൊന്നും പറയാനില്ല, ഞാനും ആ തൊഴിലുള്ള ആളാണ്. പക്ഷേ ഇത് ഒരു പ്രൊഫഷനല്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പ്രൊഫഷൻ ആവുന്നില്ല. ഞാൻ സിനിമാക്കാരനല്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. സിനിമാക്കാരനാണെങ്കിൽ വരില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് വേറൊരു ലോകമാണ്. അത് ഈ സാധാരണ മനുഷ്യന്മാരുടെ പ്രശ്നം പരിഹരിക്കുന്ന രോഗമല്ല, കേൾക്കുന്ന രോഗമല്ല. എന്നിരുന്നാലും ഇത്തരം ഒരു ജനസഭ സംഘടിപ്പിക്കുന്നു. 45 ദിവസങ്ങളായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർ, ഇവരോട് ഐക്യദാർഢ്യം പുലർത്തി അല്ലെങ്കിൽ രണ്ടു വാക്ക് സംസാരിക്കേണ്ടത് എൻ്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ സാംസ്കാരിക രംഗത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രധാന വ്യക്തിത്വങ്ങളും ആ രീതിയിൽ തന്നെയായിട്ട് ഇവിടെ വന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷമെന്ന് പറയുന്ന, ഞാൻ വീണ്ടും പറയുന്നു, ഇടതുപക്ഷമെന്ന് പറയപ്പെടുന്ന ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിസ്സഹകരണം, ഈ ഒരു സമരത്തെ കണ്ടിൽ നിന്നടിക്കൽ, ഇതിനോടുള്ള അവഗണന, ഇതിനോടുള്ള പുച്ഛം, പരിഹാസം, സ്ത്രീകളോടുള്ള അവഗണന, ഇതൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ട ഈ ഒരു സമരം നടത്തുന്ന ഈ ഒരു ജനസഭ എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നടത്തുകൊണ്ട് ഈ പുതിയ സമര മോഡലിന്, ഈ ജനസഭ എന്നൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.